പള്ളി നടേശൻ നടത്തുന്ന ഈ പ്രസ്താവനകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്താണ് അത്തരം പ്രസ്താവനകളോടുള്ള ഞങ്ങളുടെ നിലപാട് ആർക്ക് കിട്ടിയില്ല എന്ന് പറയേണ്ടത് സർക്കാരാണ്. സർക്കാർ ധവളപത്രം ഇറക്കണം. എത്രയാണ് ഇവിടെ ഓരോ സമുദായത്തിനും കിട്ടിയത്, എത്രയാണ് സ്ഥാപനങ്ങൾ എന്ന് സർക്കാർ ധവളപത്രം ഇറക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവന, അതായത് മലപ്പുറം ജില്ല മുസ്ലിം ഒക്കെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതൊരു വർഗീയ ചേരിതിരിവിന് ഇടയാക്കുന്നുണ്ടോ? ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, മത രാഷ്ട്രീയ സാമൂഹിക നായകന്മാർ ചേരിതിരിവുകൾ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്, പരസ്പരം യോജിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാതെ സമുദായത്തെയും സമൂഹങ്ങളെയും ഒന്നിപ്പിക്കലാണ് പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ഇതുപോലുള്ള മതേതരത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും നാട്ടിൽ ചെയ്യേണ്ടത്. അതേ സ്ഥാനത്ത് ഇത്യാദി പ്രവർത്തനങ്ങൾ വമ്പിച്ച പ്രശ്നങ്ങളെ ഉണ്ടാക്കൂ. ഞങ്ങൾ പ്രതികരിക്കാത്തത് യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങൾക്കെത്ര കിട്ടിയില്ല എന്നുള്ളതൊക്കെ സർക്കാർ ധവളപത്രം ഇറക്കിയാൽ അതിൻ്റെ യഥാർത്ഥ കണക്ക് പുറത്തു വരുമല്ലോ. ഓരോ സമുദായത്തിനും എത്രയാണ് കിട്ടേണ്ടത് എന്നുള്ളത് അനുപാതമനുസരിച്ച് കിട്ടിയോ ഇല്ല എന്നത് ഒരാൾക്കും അതിൽ പിന്നീട് തർക്കിക്കാൻ യാതൊരു അവകാശവും ഇല്ല. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ മതന്യൂനപക്ഷങ്ങളൊക്കെ UDFന് അനുകൂലമായി ഒരു വോട്ട് ചെയ്തിട്ടുണ്ടോ? അതിന് ഈ വെള്ളാപ്പള്ളി നടേശൻ കാരണമാണ്. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഞങ്ങൾ ഘടകകക്ഷിയല്ല, ഞങ്ങൾക്ക് വോട്ടുണ്ട്. ഞങ്ങളെ വോട്ട് ആർക്ക് ചെയ്യണമെന്നത് ഞങ്ങളുടേതായ ഒരു ലൈനുണ്ട്, അതിലൂടെ ഞങ്ങൾ അറിയിക്കാറുണ്ട്. അത് ഞങ്ങൾ പരസ്യപ്പെടുത്താറില്ല. ഞങ്ങൾ എപ്പോഴും പത്രക്കാർ, ജേർണലിസ്റ്റുകൾ നാടിൻ്റെ നെടും തൂണുകളാണ്. അവർ ആരാണെങ്കിലും ശരി, ഏത് വിഭാഗമാണെങ്കിലും ശരി, അവരെ ആക്ഷേപിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏത് പത്രപ്രവർത്തകനാണെങ്കിലും, ഏത് മതവിഭാഗമാണെങ്കിലും പത്രപ്രവർത്തകൻ ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് കൺട്രിയിലെ ഏറ്റവും നാലാം തൂണാണ് ജേർണലിസം. അപ്പോൾ പത്രപ്രവർത്തകരെ മാന്യമായി പെരുമാറണം. അതെല്ലാ വിഭാഗത്തോടും ഞങ്ങൾക്ക് പറയാനുള്ള അങ്ങനെയാണ്. പക്ഷേ ആരുദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പത്രപ്രവർത്തകരോട് അങ്ങനെ ചെയ്ത് ശരിയായില്ല. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ തീരുമാനം ഒരു കാരണവശാലും ഒരു പത്രപ്രവർത്തകനെ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. പിന്നെ മറുപടി പറയേണ്ടത് അതാത് രാഷ്ട്രീയ പാർട്ടിക്കാർ അവർ പറയണം. ഞങ്ങൾക്ക് പൊതുവായിട്ടേ പറയാൻ പറ്റൂ.